ഹലോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ കൂടുതലും കഴിക്കുന്നത് ഈ ചിക്കനും അല്ലാതെ വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ബിരിയാണി ഒന്നും വെക്കാറില്ല. അപ്പം ഞാൻ ഇന്ന് കരുതി കുറച്ച് ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി, ഓയിലും അങ്ങനെ കൂടുതൽ മസാലാസും ഒന്നുമില്ലാത്ത ഒരു നല്ലൊരു ഹെൽത്തി ബിരിയാണി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, എനിക്ക് വേണ്ടെന്നുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. റൈസ്, ഇത് നമുക്ക് ഏത് റൈസ് വേണം യൂസ് ചെയ്യാം. കൂടുതലും ബസുമതി റൈസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനിത് 2 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് റൈസിന് നമ്മൾ 4 ഗ്ലാസ് വെള്ളം എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വേവിച്ച ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ വേവിച്ച ചിക്കൻ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചെടുത്താണ്. പിന്നെ കുറച്ച് ഒരു 2 സവാള അരിഞ്ഞത്, ഒരു തക്കാളി, ഇത് ഒരു 2 ബ്രൊക്കോളിയുടെ മുകളിലത്തെ ഭാഗം മാത്രം എടുത്തതാണ്. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഓയിസ്റ്റർ മഷ്റൂം. ഇതാണ് നമ്മൾ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു അര ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു പീസ്, ഒരു 3 പച്ചമുളക് ഞാൻ ഇങ്ങനെ അരിയാൻ കാരണം മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇത് വലിയത് കണ്ട് അവർ മാറ്റി വെച്ചിട്ട് കഴിക്കും. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കാണ്. ഇത് അങ്ങനെയല്ല വന്നത്, ഇത്രയും ഇരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ചിക്കൻ അവിച്ചപ്പോൾ കുറച്ച് സ്റ്റോക്ക് വന്നു. അതിൻ്റെ കൂടെ ഇത് 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം, കുറച്ച് സ്റ്റോക്ക് ഒരു 1/2 ഗ്ലാസ് സ്റ്റോക്കിന് കിട്ടി. അതിൻ്റെ കൂടെ ബാക്കി 3.5 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പെപ്പർ. നമ്മൾ ഇത്രയും മാത്രമേ എടുത്തോളൂ. വേറെ മഞ്ഞപ്പൊടി ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മുളക് പൊടി, മസാല അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിന് പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടൊരു ഹെൽത്തി ആയിട്ട് ഒരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിലൊരു കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ പക്ഷേ ഒരു ഇത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് സോൾട്ടഡ് ബട്ടറാണേ, നിങ്ങൾക്ക് ഏതോണോ യൂസ് ചെയ്യാം. പിന്നെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ നല്ല എണ്ണയും നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കാൻ നല്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ പിന്നെ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണി എന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അതുകൊണ്ട് തന്നെ ജിഞ്ചറും ഗാർലിക്കും ഒന്നും ഇല്ലായിരുന്നു. സോ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സെയിം ആ ഒരു മണം തന്നെയാണുള്ളത്. പിന്നെ കുറച്ച് സവാള, ഇത് 2 സവാളയാണ്. 2 സവാള അത് കനം കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണോ ആഡ് ചെയ്യാം. പിന്നെ ഇത് ഒരു തക്കാളിയോടെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയൊന്നും എടുക്കണ്ട, മൊത്തത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, കാരണം വെച്ചാൽ ഓൾറെഡി തക്കാളിയിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും അടിയിലോട്ടൊന്നും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ആവില്ല, കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു ആവശ്യമേ പേടിയേ വേണ്ട. പിന്നെ നമ്മളൊരു 3 പച്ചമുളക് ഞാൻ നീളത്തിലാണ് കീറുന്നത്, കാരണം എന്ന് വെച്ചാൽ പിള്ളേർക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാമല്ലോ. പിന്നെ ഒരു 1/2 ക്യാരറ്റ്, ഒരിത്തിരി കോളിഫ്ലവർ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം. ഇതിപ്പോൾ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള എല്ലാ ചെറിയ കുഞ്ഞു കടകളിലും ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ബ്രൊക്കോളി ചില സൂപ്പർ മാർക്കറ്റുകളിൽ ഇവിടെയൊക്കെ ഇപ്പോൾ ഉള്ളൂ. പിന്നെ കുറച്ച് വേവിച്ച ചിക്കൻ വേവിച്ച് ഷ്രെഡ് ചെയ്തത്, ഉപ്പൊക്കെ ഇട്ട ചിക്കനാണ് കേട്ടോ. നമുക്ക് വേവിച്ചിടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും, കാരണം നമ്മൾ ഓൾറെഡി ആ സ്റ്റോക്കൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് പെപ്പർ. ഞാനിതിൽ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മുളക് പൊടിയും ഗരം മസാലയും നമ്മുടെ മല്ലിയും ഒക്കെ ഇട്ട് ബിരിയാണി മസാലയൊക്കെ ഇട്ട് നല്ല റെഡ് കളറിലൊക്കെ ആക്കിയെടുക്കാം. പക്ഷേ ഞാനിതൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ഈ വെജിറ്റബിൾസിനെ ഒന്ന് വേവിച്ച് എടുക്കുന്ന രീതി അങ്ങനെ നമുക്ക് കഴിക്കാം. അതാണിത് കാണിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്നൊരു 2 മിനിറ്റ്സ് അടച്ച് വയ്ക്കണം. അപ്പോൾ മൊത്തത്തിൽ ഇതിനൊരു നല്ല ഒരു പെട്ടെന്ന് വെന്ത ഒരു രൂപത്തിലങ്ങ് വരും. ഈ മഷ്റൂമൊക്കെ പെട്ടെന്ന് വേവും കേട്ടോ. അപ്പം നമുക്കൊരു 2 മിനിറ്റ്സ് ഇത് അടച്ച് വയ്ക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു.
നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വെന്ത ഒരു പരുവവും പെട്ടെന്ന് വേവും ഇതൊക്കെ. എന്നിട്ട് നമുക്ക് അരി ആഡ് ചെയ്യണം. ഞാനിവിടെ സാധാ ബിരിയാണി അരിയാണ് കേട്ടോ യൂസ് ചെയ്തത്, മറ്റേ ബസ്മതി ഒന്നും അല്ല, സാധാ ബിരിയാണി അരി 2 ഗ്ലാസ് അരി എടുത്തിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് കുറേ മ്യൂസിക് കേൾക്കുന്നത് അപ്പുറത്ത് സിനിമ ഇട്ടിരിക്കുന്നതാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഞാൻ വോയിസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നത്. ഈ അരിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മസാലകളൊക്കെ ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മക്കൾ അത്യാവശ്യം ഒരു ഫുഡൊക്കെ കഴിക്കും. ഇങ്ങനെ കൊടുത്ത ഈ റെഡ് കളറിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ തൊട്ടുപോലും നോക്കൂല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും വെള്ളവും, ഇപ്പോൾ 2 ഗ്ലാസ് ആയിരിക്കും 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ച് സിമ്മിലിട്ട് ഒരു 20 മിനിറ്റ്സ്, ഇത് നമ്മൾ കുക്കറിലിട്ടാൽ എത്ര വേണം, 2 വിസിൽ, ഫുഡ് റെഡി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം, നന്നായിട്ട് വേവട്ടെ. അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാവേ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒട്ടിപ്പിടിക്കുന്ന പരുവമാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും നല്ല വെന്തിരിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ വേവിച്ചെടുത്തു. നമുക്ക് ഈ പരുവത്തിലെടുക്കാം, നല്ലപോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ സാലഡോ അച്ചാറോ പപ്പടോ എന്ത് വെച്ചോണോ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ ഞങ്ങൾ പപ്പടം ഒന്നും യൂസ് ചെയ്യൂല, സാലഡ് പിന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അച്ചാറ് പപ്പടം ഒക്കെ യൂസ് ചെയ്യും, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇക്കുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇക്കു എന്നീ അവിച്ച ചിക്കൻ കഴിച്ച് ഈ ചോറ് കഴിച്ചപ്പോൾ ഇത് ഭയങ്കര സന്തോഷം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.